ഞാൻ ആ കാഞ്ഞിരമറ്റം തിരുമേനി കണ്ടിരുന്നു. ഇന്ന് പുലർച്ചെ മുതല് എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. ഞാൻ വണ്ടിയിൽ വെച്ച് പറഞ്ഞ കുട്ടി ഇതാ. മോളെ, അമ്മ തൊഴുതു കഴിഞ്ഞോ? ഉവ്വ്. തിരുമേനി. ആഹാ, രണ്ടുപേരുണ്ടല്ലോ. കണ്ടകശനിയാണെങ്കിലും വേണു ഒരു ഭാഗ്യവാനാ. ഭർത്താവിന് വേണ്ടി ഭാര്യ, മകന് വേണ്ടി അമ്മ. ഭഗവാൻ കനിയാതിരിക്കില്ല. മോള് തൊഴുതുവാ, അമ്മ ഇവിടെ നിൽക്കാം. ആ തിരുമേനിയുടെ ഒരു കാര്യം, ആളൊരു രസികൻ തന്നെ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. വേണുവിന് എന്തോ ആപത്ത് വരാൻ പോണൂന്നൊരു ശങ്ക. അതാ കാലത്ത് എണീറ്റ് വന്നത്. നന്നായി. വേണുവേട്ടന് വേണ്ടി എന്റെ കൂടെ ഭഗവാനോട് യാചിക്കാൻ ഒരാൾ കൂടി ഉണ്ടല്ലോ. ഉണ്ട് കുട്ടിയെ. അവന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമോ? ശനി 4-ാം ഭാവത്തില് കർക്കിടക രാശി കൊണ്ടല്ലേ നിൽപ്പ്. സൂക്ഷിക്കേണ്ട സമയമായിപ്പോ. ഓവമ്മേ, എനിക്കറിയാം. ഞാൻ ആ കാഞ്ഞിരമറ്റം തിരുമേനി കണ്ടിരുന്നു. തിരുമേനി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ അത് അച്ചട്ടാ. അപവാദം, ധനനഷ്ടം, അപകടം. വേണുവേട്ടന്റെ കാര്യത്തിൽ എല്ലാം സംഭവിച്ചില്ലേ? വിഷമമുണ്ട് അവന്റെ മുഖം കാണുമ്പോ. പീറ്ററുമായി വരികയും പോകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനായിട്ട് കൂടുതലൊന്നും ചോദിക്കാറില്ല. എന്തിനാ ഞാനും കൂടി അവനെ വിഷമിപ്പിക്കുന്നേ? മോളെ, അവന്റെ കാര്യത്തില് എപ്പോഴും നിന്റെ ഒരു കണ്ണ് വേണം. ഇനി അപകടങ്ങളൊന്നും പറ്റാതിരിക്കാൻ രക്ഷ ജപിക്കാൻ കൊടുത്തിരിക്കാ ഞാൻ. തിരുമേനി പറഞ്ഞിട്ടാ എന്നും തൊഴാൻ വരുന്നത്. അറിയാവുന്ന ക്ഷേത്രങ്ങളിലെല്ലാം കയറി ഇറങ്ങി പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ യഥാവിധി നടത്തുന്നുണ്ട്. തിരിച്ചു പോണ കാര്യം വല്ലതും ആയോ? അവിടുത്തെ കാര്യങ്ങൾ ആകെ അവതാളത്തിലാ. വേണുവേട്ടന്റെ ബിസിനസ് പാർട്ട്ണർ ഹരി മരിച്ചൊന്നും ഇല്ലാന്നും പറയുന്നുണ്ട്. ഏതാ ശരി ഏതാ തെറ്റെന്നൊന്നും അറിയില്ല. എന്തായാലും വല്ലാത്ത ടെൻഷനിലാ വേണുവേട്ടൻ. അമ്മ വീട്ടിലേക്കല്ലേ? വണ്ടി കയറ്, ഞാൻ അവിടെ ആക്കിത്തരാം. വേണ്ട മോളെ, ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. അത് വേണ്ടമ്മേ, അമ്മ വന്നേ. അത് ശരിയാവില്ല മോളെ. നിന്റെ അച്ഛനെയോ അമ്മയോ കണ്ടാ പിന്നെ അത് മതി. അച്ഛൻ പാവം അമ്മേ, നിങ്ങളോടൊന്നും ഒരു ദേഷ്യവും ഇല്ല. അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി വെറുതെ കാണിക്കുന്നതല്ലേ ഈ ഇഷ്ടക്കേടൊക്കെ. അമ്മ വന്നേ. മലയിടിഞ്ഞ് വീഴുന്നെങ്കിലങ്ങ് വീഴട്ടെ, ഞാൻ സഹിച്ചോളാം. വാ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നതാ. എന്തു പറ്റും മായയ്ക്ക്? മുഖത്ത് വല്ലാത്തൊരു വാട്ടം പോലെ. ഒന്നുമില്ല, തോന്നിയതാ. വർഷങ്ങളുടെ പരിചയം നമ്മൾ തമ്മിലില്ല. പക്ഷെ എത്ര വേഗമാണ് നമ്മൾ തമ്മിൽ അടുത്തതും കൂടുതൽ മനസ്സിലാക്കിയതും എല്ലാം അല്ലെ? എന്താണെന്നറിയില്ല, ഇന്ന് പുലർച്ചെ മുതല് എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷ. എന്റെ മനസ്സ് എന്നോട് തന്നെ പറയുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ തീരാൻ പോകുന്നു. ഞാൻ ഇത്രയും നേരം എന്റെ ബാഗിൽ ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരുന്നതെല്ലാം
നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതില് എന്റെ ഹരി എന്നെ ആദ്യമായി കണ്ട ദിവസം എനിക്ക് സമ്മാനിച്ച പച്ച നിറത്തിലുള്ള കുപ്പിവളകൾ ഉണ്ടായിരുന്നു. ആ കുപ്പിവളകളെല്ലാം പൊട്ടിപ്പോയി. പക്ഷെ അതിന്റെ ഒരു തരി പോലും കളയാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കാം. മായയ്ക്ക് ഞാനത് കാട്ടിത്തരട്ടെ? എന്താ മായ കരയുന്നത്? ഒരു കരട് പോയതാ. മൃദുലേച്ചി, ഞാൻ വണ്ടിയിൽ വെച്ച് പറഞ്ഞ കുട്ടി ഇതാ. നിമ്മിയല്ലേ? ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാ. വേണ്ടാന്ന് പറഞ്ഞിട്ട് മൃദുല സമ്മതിച്ചില്ല. എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ടേ പോകുന്നു വാശി. എവിടെയാ നിമ്മിയുടെ വീട്? തിരുവല്ലയില. ഭർത്താവിന് ദുബായിലാ ജോലി. എന്റെ ഭർത്താവിനും ദുബായിലെ ബിസിനസ്സാ. നീ എന്താ മായ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? അടുക്കളയിൽ ചെന്ന ഏട്ടത്തിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വാ. അത് അമ്മ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അതിനെന്താ, എത്ര സമയം വേണോ അതിന്? നീ എന്തെങ്കിലും വേഗം ഉണ്ടാക്ക്. മൃദുലേച്ചിക്ക് ഞാൻ എന്നും ഉണ്ടാക്കി കൊടുക്കാനാ അമ്മേ. ഇനി ഉണ്ടാക്കാന്ന് വെച്ചാ തന്നെ അതിന് 1 മണിക്കൂർ താമസിക്കും. അതുവരെ മൃദുലേച്ചി വെയിറ്റ് ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ലേ മൃദുലേച്ചി? അതെ അതെ, ഞാൻ ചെല്ലാൻ വൈകിയ പിള്ളേര് തലകുത്തി കിടന്ന് മറിയും. ഞാൻ പോവാ. ഉം. എന്നാ പോകുന്നത്? ഒരാഴ്ച ഇവിടെ തന്നെ കാണും. ഈ കുട്ടിക്ക് 4 മാസം വിശേഷമുള്ളതാ. ഈ സമയത്താ ഹസ്ബൻഡ് കൂടെ വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, ഈ ദുബായ്ക്കാരുടെ ഓരോരോ കാര്യങ്ങള്, ഒന്നിനും ഒരു സമയവും കിട്ടില്ല. അയ്യോ, നിമ്മി മരുന്ന് കഴിച്ചില്ലല്ലോ. ചെന്നെടുത്ത് കഴിക്ക്. അയ്യോ, മെഡിസിൻ ഒന്നും കൃത്യമായി കഴിക്കുന്നില്ലേ? ചെല്ല്, മരുന്ന് കഴിക്ക്. ഞാൻ ഇനിയും വരാം. വിശദമായി അപ്പ സംസാരിക്കാം. എന്നാ ഞാൻ വരട്ടെ മായി? നിനക്കിതെന്തു പറ്റി മായേ? ഇത്രയും വരെ പാടുപെട്ട് എന്നെ കൊണ്ടാക്കാൻ വന്നതാ മൃദുല. നീ നിർബന്ധിച്ചിരുന്നെങ്കിൽ മൃദുല എന്തെങ്കിലും കഴിച്ചിട്ട് പോയേനെ. രാവിലെ ഇറങ്ങിയതാ പാവം. വേണുവിന് വേണ്ടി കേറി ഇറങ്ങി നടക്കാത്ത ക്ഷേത്രങ്ങളില്ലെന്നാ പറഞ്ഞത്. അവന് സമയദോഷാന്ന് നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ടും നിനക്ക് യാതൊരു കൂസലുമില്ല. ഏട്ടനെന്ന് തേനിൽ ചാലിച്ച് വിളിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. നിനക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ വഴിപാടും കാര്യങ്ങളും ഒക്കെ. ആ, പറയാൻ വിട്ടു. വേണു ഇനി എന്ന് പോകുന്നു പറയാൻ പറ്റില്ല അത്രേ. അവിടെ ആകെ പ്രശ്നങ്ങളാണെന്ന്. വേണുവിന്റെ ആ കൂട്ടുകാരനില്ലേ ഹരി, ദേ അത് മരിച്ചൊന്നും മറ്റും കേൾക്കുന്നുണ്ട്. അമ്മേ മതി.
വേണുട്ടാ, പീറ്റർ വന്നു. പട്ടേല് 5 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് പട്ടേൽ എന്താ പറഞ്ഞത്? ഹരി മരിച്ചു എന്ന് കേട്ടത് ശരിയാ. ഡെഡ് ബോഡി പട്ടേല് കണ്ടു എന്ന് പറഞ്ഞു. വേണു, നീ ഇങ്ങനെ തളർന്നു പോവാതെ. നഷ്ടപ്പെട്ടത് തന്നെയാ. എത്ര കരഞ്ഞാലും നിലവിളിച്ചാലും തിരിച്ചു കിട്ടില്ല എന്നറിയണം. അറിയാം. എന്നാലും അവൻ പോയിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹരിയുടെ മുഖം, സ്നേഹത്തോടെയുള്ള വാക്കുകൾ ഒന്നും മനസ്സിൽ നിന്ന് മായുന്നില്ല. ഹരിയുമായി ഒരുപാട് കാലത്തെ ബന്ധമൊന്നുമില്ല എനിക്ക്. വെറും 4 വർഷത്തെ അടുപ്പം മാത്രം. പക്ഷേ ഒരു ജന്മം മുഴുവൻ ഒരു ചങ്ങാതിയായി കൂടെ ഉണ്ടായിരുന്ന പോലെ തോന്നുന്നത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൻ എന്നോട്. വെട്ടിപ്പിടിക്കാനും നഷ്ടപ്പെടാനും മരുഭൂമിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഗൾഫിൽ ഒരു ജോലിക്കായി അലഞ്ഞ നാളുകൾക്ക് അവസാനമുണ്ടായത് ഹരിയെ കണ്ടുമുട്ടിയതോടുകൂടിയാ. പലപ്പോഴും അവൻ എന്നെ സ്നേഹം കൊണ്ട് അമ്പരപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ബാധ്യതകളുടെ നിലയില്ലാ കയങ്ങളിലേക്ക് മുങ്ങിത്താഴുമ്പോഴും കൂടെയുള്ളവരെ കരകയറ്റിയായിരുന്നു ഹരി ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്നായപ്പോ എല്ലാം സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഊർമിളയെ എന്നെയും രാഖി രാമൻ നാട്ടിലെത്തിച്ചു. 2 ആഴ്ചക്കാലം. അതിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തിരിച്ചില്ലാവുന്ന പുറപ്പെടും മുമ്പ് ഞാൻ അവന് വാക്കുകൊടുത്തു. പക്ഷേ ഹരി ജയിലിൽ നരകയാതന അനുഭവിക്കുമ്പോഴും പിന്നെ ജയിൽ ചാടി ഒളിവിലായപ്പോഴും അവന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ നിസ്സഹായതയാ, കഴിവുകേടാ അവനെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയത്. കുറ്റബോധത്തിൽ നീറി ജന്മം കൊടുക്കാനായിരിക്കും എന്റെ വിധി. ഹരിയില്ലാതെ വേണുല്ലടാ. ഒരുമിച്ച് കെട്ടിപ്പടുത്തൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ പോവാ ഞാൻ. വേണു, വാട്ട് യു മീൻ?
മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നീ എന്തിനുള്ള പുറപ്പാടാ? ജീവിതം അവസാനിപ്പിക്കാനോ അതോ സന്യസിക്കാനോ? എടാ, ഹരിയോടുള്ള നിന്റെ റിലേഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവനെപ്പോലും നിനക്ക് പ്രിയപ്പെട്ടവരല്ലേ മൃദുലേ മക്കളും? നീ തകർന്നു പോയ പിന്നെ അവർക്ക് ആരാ ഉള്ളത്? ഒന്നും നിഷേധിക്കുന്നില്ല. ജീവിതത്തിൽ പകച്ചു നിന്നു പോകുന്ന സമയത്ത് കൂടെ നിൽക്കാൻ നമുക്കൊക്കെ ആരെങ്കിലും ഉണ്ട്. ഭാര്യയോ മക്കളോ അമ്മയോ ആരെങ്കിലും. എന്നാൽ ഹരിയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഊർമിളയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാവുന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഊർമിളയോട് ഞാനിത് എങ്ങനെ പറയും? എന്തു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കും? ധൈര്യം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? എന്തായാലും വിവരം മറച്ചു വെക്കുന്നത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. ആയിരിക്കാം. പക്ഷെ എനിക്കിത് ഊർമിളയോട് പറയാൻ വയ്യടാ. അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അസൂയയോടെ കണ്ടു നിന്നവനെ ഞാൻ. സ്വന്തം വീട്ടുകാരെ പോലും ഹരിക്ക് വേണ്ടി ഉപേക്ഷിച്ചവളാ ഊർമിള. ഹരി ഈ ലോകത്തില്ല എന്ന റിയാലിറ്റിയോട് ഒരിക്കലും അവർക്ക് പൊരുത്തപ്പെടാനാവില്ല. പിന്നെ നമ്മളിപ്പോ എന്താടാ ചെയ്യാ? ഒന്നേ ചെയ്യാനുള്ളൂ, ചെറിയ തോതിൽ എസ്കേപ്പിസം. ഊർമിളയെ ഒന്നും ഇപ്പൊ അറിയിക്കണ്ട. കുറച്ച് ദിവസമെങ്കിലും അത്രയും. ഹരി എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ അവൾ കാത്തിരിക്കട്ടെ. നമുക്കിത് എളുപ്പം പറയാം. പിന്നീടുണ്ടാവുന്ന കോൺസിക്വൻസസ് അതേപ്പറ്റി നീ ഒന്ന് ഓർത്തു നോക്കിയേ. ഒന്നാമത് പ്രഗ്നന്റ് ആയ പെൺകുട്ടി, അത് നിന്റെ വീട്ടിൽ. അമ്മയും മൃദുലയും അവൾ നിമ്മി സെബാസ്റ്റ്യൻ അല്ല ഊർമിളയാണെന്ന് അറിഞ്ഞാൽ, എല്ലാവരും നിന്നെ തെറ്റിദ്ധരിച്ചാൽ? പ്ലീസ്, അതേക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഊർമിളയെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുക, അത് മാത്രം ഇപ്പൊ എൻ്റെ ലക്ഷ്യം. ബാക്കിയൊക്കെ വിധി പോലെ. ഭഗവാനെ.